അപ്പൊ എനിക്ക് ഫുള്ള് കണ്ട ശേഷം ഈ സിനിമനെ കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഓക്കെ ആപ്തെ ഭയങ്കരപ്പെട്ട സിനിമയാണ് ഇത്. പൃഥ്വിരാജ് സാറ് മാറുകയാണ്. മരുഭൂമിയിൽ ഭയങ്കരപ്പെട്ട നമ്മുടെ ഇങ്ങോട്ട് ജീവിതവും അടുത്ത ജീവിതം ഭയങ്കര വ്യത്യാസമാണ്. എല്ലാവരും ഒന്നിനും മിച്ചാണ്. മ്യൂസിക്കൽ ഭയങ്കരപ്പെട്ട മ്യൂസിക്കാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. അപ്പൊ എലസിക്കാൻ ഫാന്റാസി ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ഭയങ്കരപ്പെട്ട സിനിമ എന്ന് പറയാം. എല്ലാവരും കാണണം. അതിൽ ആടുജീവിതം ഒരു ബുക്ക് വായിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ ആ ബുക്കിലുള്ളതും അത് പുറത്തുള്ളതും രണ്ട് മിക്സ് ആയിട്ട് നല്ല സിനിമയാണ്. എല്ലാവരും കണ്ടിട്ട് വളരെ നഷ്ടം എന്ന് തന്നെ പറയാം ഈ സിനിമ. എല്ലാവരും കാണും. ഇനി ഒരു ഓസ്കാർ എന്തായാലും കിട്ടും. 100 പതിപ്പ് കഴിഞ്ഞ ഒരു പുസ്തകമാണ് ആടുജീവിതം. അപ്പോൾ എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. ബ്യൂട്ടിഫുൾ ഫാന്റാസ്റ്റിക് സിനിമയാണ്. എല്ലാവർക്കും ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു സിനിമ ആടുജീവിതം? ആടുജീവിതം ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. ഒട്ടും മിസ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു പടം തന്നെ പറയും. സാധ്യ ഫിലിം അത് മേക്കിംഗ് മേക്ക് ഓവർ അതിന് ക്യാമറ ഏത് ഡിപ്പാർട്ട്മെന്റിലും എത്തില്ല. റഹ്മാന്റെ BGM ആ BGM ഒക്കെ ഓരോ സീനിലും നമ്മളെ ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആവും. ആ മരുഭൂമിയിൽ നമ്മൾ ആ നജീബിന്റെ ഒപ്പം ജീവിക്കുന്ന ഒരു ലൈഫുണ്ട്. ആ ലൈഫ് നമുക്ക് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലോട്ട് വരുന്ന ഫസ്റ്റ് ഓസ്കാർ അതായിരിക്കും ആടുജീവിതത്തെ കുറിച്ച് ഒറ്റ വാക്കി പറയാനുള്ളത്. അല്ല ചേട്ടാ, ആടുജീവിതം എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടല്ലോ, ചില ബുക്ക് വായിച്ചാണോ? അതെ. അപ്പൊ ബുക്കിന്റെ സ്റ്റോറി എത്രത്തോളം അതേപടി സിനിമ ആക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മളെ ബുക്ക് അതേപടി ആക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെയല്ല, ആ ലൈഫ് സിനിമ തരുന്നുണ്ട്. ആ ഒരു ബുക്കിന്റെ എസെൻസ് ആ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അത് സിനിമ തരുന്നുണ്ട്. എത്രയും മിസ് ചെയ്യാതെ വന്നിട്ട് ഫസ്റ്റ് വന്ന് കാണേണ്ട ഒരു പടം തന്നെ. പൃഥ്വിരാജിന്റെ ആക്ടിങ് ഒന്നും പറയണ്ട. ഓസ്കാർ. താങ്ക് യു. പരീക്ഷ